മറ്റു വാർത്തകൾ പരിശോധിച്ചാൽ ഇടതുപക്ഷ പ്രവർത്തകർ വ്യാപകമായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ പ്രചാരണ ഗാനം ഉപയോഗിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അനുകൂലികളുടെ റീൽ പ്രചാരണം. ശ്രീഹരി ചിറയിൽ എഴുതി അതുൽ നറുകര പാടിയ അൻപുകൊണ്ടും സമരവമ്പുകൊണ്ടും പതറാത്ത മനസ്സിലെ കനലുകൊണ്ടും എന്ന് തുടങ്ങുന്ന ട്രാക്ക് ഉപയോഗിച്ചാണ് ചെന്നിത്തലയ്ക്കായുള്ള പ്രതിച്ഛായ നിർമ്മിതി പ്രചാരണം. സമരവൻപുകൊണ്ടും പതറാത്ത മനസ്സിലെ കനലുകൊണ്ടും നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ. തുടരണം ഈ യാത്ര എന്ന് തുടങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനം പാടിയത് അതുൽ നറുകരയായിരുന്നു. ഇവിടെ നാം തുടങ്ങണം, ഇന്ത്യ ആകെ പടരണം, ഇടനെഞ്ചിൽ SFI തുടങ്ങി ഒട്ടേറെ ശ്രദ്ധേയ ഇടതുപക്ഷ ഗാനങ്ങൾ ഒരുക്കിയ കലാകാരനാണ് അതുൽ നറുകര. ഇടതുപക്ഷത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും അതുൽ നറുകര സജീവമായി പങ്കെടുത്തിരുന്നു. വിവരങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുകയാണ്. ബിനിൽ, ഏത് തരത്തിലും ഇത്തരത്തിൽ പ്രചാരണം നടത്താൻ ഒരുങ്ങുകയാണ് മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെയും അണികൾ. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ പ്രചാരണത്തിൽ ഇടതുപക്ഷ ഗാനങ്ങൾ കൂടി കടന്നുകൂടുകയാണ്. പ്രജീഷ്, മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പ്രചാരണം ഘടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ, സോഷ്യൽ മീഡിയ ഇടപെടലുകൾ ഘടിപ്പിക്കുകയാണ്. അതിനുവേണ്ടി സജീവമായ പ്രചാരണമാണ് ഇപ്പോൾ അനുകൂലികൾ നടത്തുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ കൗതുകമായ ഒരു പ്രചാരണമാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അനുകൂലികൾ നടത്തുന്നത്. അതൊരു റീലാണ്. ആ റീലിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇടതുപക്ഷത്തിന് വേണ്ടി അവർ സജീവമായി ഉപയോഗിക്കുന്ന അൻപുകൊണ്ടും എന്ന ഗാനമാണ്. അതുൽ നറുകരയാണ് അത് പാടിയിരിക്കുന്നത്. ശ്രീഹരി എഴുതിയ ആ വരികൾ നേരത്തെ തന്നെ ഇടതുപക്ഷ അല്ലെങ്കിൽ CPIM-ന്റെ സ്ഥാനാർത്ഥികളൊക്കെ പ്രചാരണത്തിന് സജീവമായി അത് ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. CPM-ന്റെ പരിപാടികളിലൊക്കെ അതുൽ നറുകര തന്നെ ആ പാട്ട് പാടുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആ സമര വൻപ് കൊണ്ടും എന്ന ഗാനം ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉപയോഗിച്ചിരിക്കുകയാണ്. അത് ഇടതുപക്ഷ വർഗ സമരങ്ങളെ കുറിച്ചൊക്കെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിപ്ലവ ഗാനം പോലെ അതുപോലുള്ള ഒരു ഗാനമാണ്. ആ ഗാനം വെച്ചാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്കായി അനുകൂലികൾ ഇത്തരത്തിൽ ഒരു റീൽ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. ഇത് നവമാധ്യമങ്ങൾ സജീവമായി വൈറലായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ നവമാധ്യമ ഇടപെടലുകൾ ശക്തമാക്കാൻ രമേശ് ചെന്നിത്തലയും അനുകൂലികളും തീരുമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായി നവമാധ്യമ ടീം വിപുലീകരിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. കേരള യാത്ര എന്ന പേരിൽ ഒരു പോഡ്കാസ്റ്റ് കൂടി രമേശ് ചെന്നിത്തല തുടങ്ങി വെക്കുകയും ചെയ്തു. അതിന്റെ ഉദ്ദേശം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ പോലും നമുക്കറിയാം അതിന്റെ ലക്ഷ്യം എന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നീക്കങ്ങൾ തന്നെയാണ്. നിലവിൽ എന്തായാലും കൗതുകമായ ഒരു പ്രചാരണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അത് ഇടതുപക്ഷം സജീവമായി ഉപയോഗിക്കുന്ന വർഗ സമരങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിപ്ലവ ഗാനം പോലുള്ള ഗാനം ഉപയോഗിച്ചാണ് രമേശ് ചെന്നിത്തല പ്രതിച്ഛായ നിർമ്മിക്കാൻ വേണ്ടി പ്രവർത്തകർ ഒരു പുതിയ റീൽ ഉണ്ടാക്കിയിരിക്കുന്നത്. രുചീഷ്, ശരി. ബിനിൽ ലീല സാബു, പലപ്പോഴും വിപ്ലവ ഗാനങ്ങൾക്കടിയിലൊക്കെ കാണുന്ന കമന്റാണ് ഈ പാർട്ടിക്കാരല്ല പക്ഷേ ഈ പാട്ടിഷ്ടമാണ് എന്ന് പറയുന്നു. അതുപോലെ രമേശ് ചെന്നിത്തലയുടെ അനുകൂലികളും പാട്ടിഷ്ടപ്പെട്ടു, അതങ്ങ് എടുക്കുകയാണ്.